നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് കണിയൊക്കെ കണ്ടതിന് ശേഷം കുളിച്ചൊരുങ്ങി നിൽക്കാം. അപ്പോഴേക്കും അച്ഛൻ വരും. ഉറപ്പാണോ? ഉറപ്പ്. സുന്ദരികുട്ടി വന്നല്ലോ. അതെ, കണ്ണു തുറക്കല്ലേ, ഞാൻ പറഞ്ഞിട്ടേ തുറക്കാവേ. ആ, ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ആ, കണ്ണു തുറക്കല്ലേ. ആ, ഇനി മോള് പതുക്കെ കണ്ണു തുറന്നു നോക്കിയേ. കൊള്ളാലോ. ശാരദാമ്മ അപ്പൊ നേരത്തെ എണീറ്റോ? പിന്നല്ലാതെ, ഇതൊക്കെ തയ്യാറാക്കണ്ടേ. പിന്നെ വിഷുക്കണിയും വെച്ചു. ആ, ഇനി ഒരു ചടങ്ങൂടി ഉണ്ടേ. രണ്ടുപേരും കൈനീട്ടിയേ. ഇതെന്തിനാ? വിഷു കൈനീട്ടം വേണ്ടേ? ആ, അത് വേണം. എന്നാ കൈനീട്ട്. മോളെ, ഈ സമ്പത്തും ഐശ്വര്യവും അടുത്ത വർഷം വരെ നിലനിൽക്കണേന്ന് കൃഷ്ണഭഗവാനോട് പ്രാർത്ഥിക്കും മക്കളെ. കൃഷ്ണ ഭഗവാനെ, ഇന്നെന്റെ അച്ഛൻ വരണേ. എനിക്കതല്ലാതെ വേറെ ഒന്നും വേണ്ട ഭഗവാനെ. ഭഗവാനെ, എന്റെ അച്ഛൻ ഇന്ന് വരണേ. എനിക്കത് മാത്രം മതി. സത്യേ, മോളെ സത്യേ, ദേ കഴിക്കെടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. എന്ത് പണിയാ ശാരദാമ്മ കാണിച്ചത്? എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ എടുക്കാൻ? സാധാരണ അങ്ങനെയല്ലല്ലോ, ഞാൻ എടുത്തു വെച്ചിട്ടല്ലേ കഴിക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടുന്ന് കഴിക്കില്ല. അച്ഛന്റെ കൂടെ പുറത്തുനിന്നാ കഴിക്കുന്നേ. അച്ഛന്റെ കൂടെ പുറത്തുനിന്നോ? ആ, എന്താ കുഴപ്പം? എന്താ ഒരു തർക്കം? അല്ല എടി, ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചപ്പോ പറയാ അവളിന്ന് അച്ഛൻ്റെ കൂടെ പുറത്തുനിന്നാ കഴിക്കുന്നതെന്ന്. നീ അങ്ങനെ വല്ലതും പറഞ്ഞോ? അതിന് അമ്മ എന്തിനാ പറയുന്നേ? അച്ഛനല്ലേ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞത്. അപ്പൊ അച്ഛൻ വന്ന് കൊണ്ടുപോയിക്കോളും. അപ്പൊ പിന്നെ ഞാനീ എടുത്തു വെച്ചൊക്കെ എന്ത് ചെയ്യും? അത് ശാരദാമ്മ കഴിച്ചോ? ഓ, എന്നാ പിന്നെ ഈ പാലെങ്കിലും ഒന്ന് കുടിക്കും. അത് വേണേ കുടിക്കാം. മുഴുവൻ കുടിക്കണേ. ദേ, ഈ പുറത്തു പോയിട്ടുള്ള കഴിക്കലൊക്കെ വലിയ പ്രശ്നമാവേ ശാലിനി. ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യവും അച്ഛനും തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമല്ലേ പലതും ഞാൻ അറിയുന്നേ. അമ്മ വരുന്നുണ്ടോ? അമ്മയും പോരമ്മേ. അമ്മ വന്നിട്ട് സത്യ അച്ഛനെ കൊണ്ട് പോയതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾക്കല്ലേ പോവാൻ പറ്റൂ. ആണോ? അതെന്താ അങ്ങനെ? അത് മോളെ, അത് ഹെൽമെറ്റ് വെച്ചാ രണ്ടുപേർക്കല്ലേ ഇരിക്കാൻ പറ്റൂ. അതാ ഞാൻ പറഞ്ഞത് വരുന്നില്ലാന്ന്. എന്തായാലും അച്ഛന്റെ മോളിലെയും കറക്കം ഇത്തിരി കൂടുതലാണേ. എപ്പോഴും പോകുന്നില്ലല്ലോ ശാരദാമ്മേ. അച്ഛൻ വരുമ്പോ മാത്രമല്ലേ ഇങ്ങനെ പോകുന്നുള്ളൂ. എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നേന്നാ ഞാൻ ചോദിച്ചത്. അച്ഛന് ജോലിക്കൊക്കെ പോണ്ടേ? ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുക?
അല്ലെങ്കിൽ ഈ ശാരദാമ്മ ഇങ്ങനെയാ, എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോ അപ്പം മുടക്കം പറയും. ഓ, പിന്നെ കാര്യമേ നടക്കില്ല. ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോ ഞാൻ പുറത്തായി. ആ, അതല്ലെങ്കിലും എനിക്കറിയാം, ഞാൻ ഈ വളർത്തി കഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. സ്നേഹം മുഴുവനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പോവും അല്ലേ? അയ്യോ, അത് അങ്ങനെയൊന്നും അല്ല ശാരദാമ്മേ. എന്തായാലും ഇന്ന് പോയിട്ട് വരട്ടെ. പോയി വരുമ്പോ ശാരദാമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പോരെ? ഓ ശരി, സമ്മതിച്ചേ. ആ, അപ്പൊ അച്ഛനും മോളും കൂടി പോവാൻ തയ്യാറായിരിക്കുക. ഒരുങ്ങണ്ടേ? ഓ, ഈ ശാരദാമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. അച്ഛനല്ലേ വരുന്നത്, അമ്മയല്ലല്ലോ. ഇപ്പൊ അമ്മ വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തിനാ ഒരുങ്ങുന്നേ? ഒരുങ്ങാതെ തന്നെ സുന്ദരിയല്ലേ അമ്മ? ഓഹോ, അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റിയതാണേ, ഒന്ന് ക്ഷമിച്ചേക്ക്. ആ, ക്ഷമിച്ചിരിക്കുന്നു. ആ, എന്നാ ഞാൻ ഒരുങ്ങട്ടെ, അച്ഛൻ ഇപ്പൊ വരും. വിളിച്ചിട്ട് കുറച്ച് നേരെ ആയില്ലേ, ഒരുങ്ങിയേക്കാം. ഇല്ലെങ്കിൽ അച്ഛന് ദേഷ്യം വന്നാലോ. ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. ആ, ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാ നിന്റെ പ്ലാൻ? ഇതുകൂടി നോക്കാം. പിന്നീട് പപ്പിയെ കൊണ്ട് തന്നെ എന്തെങ്കിലും പറയിച്ച് ഇതിന്ന് മാറ്റിയെടുക്കാം. എല്ലാം സാവകാശം നടക്കൂ. സാവകാശമാണെങ്കിലും എല്ലാം വൃത്തിയായിട്ടൊന്ന് നടന്നാ മതി. എനിക്കത്രേ പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.